അയ്യപ്പന്റെ മണ്ണിൽ ഭക്തിയുടെ മറവിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത പകൽ കൊള്ളയാണ്. ഒരു വശത്ത് നാമജപവുമായി എത്തുന്ന സാധാരണ വിശ്വാസികൾ, മറുവശത്തോ ഭഗവാന്റെ സ്വർണം പോലും തൂക്കി വിൽക്കാൻ മടിക്കാത്ത അധികാരവർഗം. ഇത് കേവലം അഴിമതിയല്ല, വിശ്വസിച്ച ജനതയോടും ആരാധിക്കുന്ന ദൈവത്തോടും കാട്ടുന്ന മഹാദ്രോഹമാണ്. കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് ചേക്കേറിയ PS പ്രശാന്ത് എന്ന നേതാവ് ഇന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിഴലിലാണ്. കോൺഗ്രസിലായിരുന്നപ്പോൾ ഒന്നുമല്ലാതായിരുന്ന ഒരാൾ CPM-ലെത്തി 4 വർഷം കൊണ്ട് കോടീശ്വരനായി മാറിയതിന് പിന്നിലെ മാജിക് എന്താണ്? ഉത്തരം ലളിതമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികാരം. പാർട്ടിയോട് കൂറുള്ളവരെയല്ല, മറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിയും പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരെ മാത്രം. ഇത്തരം പതിവുകളിൽ വാഴിക്കുന്നതിന് പിന്നിലെ ഗുട്ടൻസ് ഇപ്പോൾ വ്യക്തമാകുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടാണ് ക്രമക്കേടുകൾ ഉയരുന്നത്. അധികാരം ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് ധൃതി പിടിച്ച് സ്വർണം പൂശാൻ കരാർ നൽകിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. SIT ചോദ്യം ചെയ്യലിൽ വിയർക്കുന്ന പ്രശാന്ത് ഒറ്റയ്ക്കല്ല ഈ കൊള്ള നടത്തിയതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. ഒന്നാം പിണറായി സർക്കാർ തൊട്ട് രണ്ടാമത്തെ സർക്കാർ വരെ നീളുന്ന ഈ സ്വർണക്കൊള്ളയിൽ മുഖ്യമന്ത്രി അറിയാതെ ഒരു നയാ പൈസ നീങ്ങില്ലെന്ന് വ്യക്തം. ഇവിടെ ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്: കള്ളൻ കപ്പലിൽ തന്നെയാണ്. ഈ കൊള്ളക്കാരൻ മുമ്പ് കോൺഗ്രസ് നേതാവായിരുന്നു എന്ന് പറഞ്ഞ സൈബർ സഹാക്കൾ പ്രതിരോധിക്കുമ്പോൾ അത്തരമൊരു വ്യക്തിയെ ദേവസ്വം ബോർഡ് അധ്യക്ഷനാക്കിയ CPM ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും? സത്യത്തിൽ ഭക്തരുടെ സ്വത്ത് കൊള്ളയടിക്കാൻ കോൺഗ്രസ് ആയാലും CPM ആയാലും ഒരേ താല്പര്യക്കാരാണെന്ന പ്രശാന്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അധികാരത്തിന് വേണ്ടി മറുകണ്ഠം ചാടുന്നവനും അവനെ സ്വീകരിച്ച ഖജനാവ് തുറന്നു കൊടുക്കുന്നവനും ഒരേ തൂവൽ പക്ഷികളാണ്. അന്വേഷണം കടകംപള്ളിയിലേക്കും മുഖ്യമന്ത്രിയുടെ കാര്യാലയത്തിലേക്കും നീങ്ങുമ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ്. കൈവിലങ്ങുകൾ തയ്യാറായി കഴിഞ്ഞു. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്ക് കാലം കാത്തുവെച്ച നീതി നടപ്പിലാകുമോ? അതോ പഴയ കോൺഗ്രസുകാരൻ എന്ന പഴിചാരി CPM ഇതിൽ നിന്നും തലയൂരുമോ? മാത്രമല്ല, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ CPM സൈബർ വിങ്ങുകൾ ഒരു കഥ തയ്യാറാക്കി കഴിഞ്ഞു. പ്രശാന്ത് പഴയ കോൺഗ്രസുകാരനാണ്. എന്നാൽ ചോദ്യം ഇതാണ്: കള്ളനാണെന്ന് അറിഞ്ഞിട്ടാണോ ഒരു മുൻ KPCC സെക്രട്ടറിയെ പിണറായി സർക്കാർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് അവരോധിച്ചത്? അതോ പാർട്ടിയോട് കൂറുള്ള സഖാക്കൾ സ്വർണ്ണ കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ജ്ഞാനവർത്തിയായ ഒരു കൂറുമാറ്റക്കാരനെ ബോധപൂർവം തിരഞ്ഞെടുത്തതോ? ഇന്ന് ഈ ചോദ്യങ്ങളെ CPM-ന് അമ്പ് പോലെ തറച്ചുകൊള്ളുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലം തൊട്ട് ഇന്ന് വരെ ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിലും ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. 1998 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് വെറുതെയല്ല. പ്രശാന്ത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിറയ്ക്കുന്നത് AKG സെന്ററാണ്. കാരണം ഈ മോഷണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും മൗന അനുവാദത്തോടെ നടന്നതാണെന്ന സത്യം പുറത്തു വന്നാൽ തകരുന്നത് പിണറായി വിജയൻ പടുത്തുയർത്തിയ വിശുദ്ധ പരിവേഷമാണ്. കോൺഗ്രസിനായാലും CPM-ലായാലും അധികാരത്തിന്റെ ഇടനാളുകളിൽ ദൈവത്തിന്റെ സ്വത്തിന് കാവൽ നിൽക്കേണ്ടവർ തന്നെ അത് കട്ടുമുടിക്കുകയാണ്. സൈബർ സഖാക്കളുടെ കരച്ചിലിന് പിന്നിൽ ഭയമാണ്. തങ്ങളുടെ നേതാക്കളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമെന്ന ഭയം. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കരാർ നൽകിയതിലെ തുടക്കം എന്തിനായിരുന്നുവെന്ന് ഇന്നും വ്യക്തമല്ല. പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിന് തൊട്ടു മുമ്പ് ഈ ഫയലുകളിൽ ഒപ്പിട്ടത് ആർക്കു വേണ്ടിയാണ്? അതിനും ഉത്തരമില്ല. സാധാരണക്കാർക്ക് ഒരു നിയമം, അധികാരമുള്ളവർക്ക് മറ്റൊരു നിയമം. ഈടുകൂടി ഈ കേസിൽ എത്തുന്നതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല, ഭരണസിരാ കേന്ദ്രങ്ങളിലെ രഹസ്യ അറകളും തുറക്കപ്പെടും.